ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കസ്റ്റർഡ് ഐസ്ക്രീമാണ്. വെറും കുറഞ്ഞ ചേരുവകൾ, അതായത് വെറും മെയിനായിട്ട് 2 ചേരുവകൾ മാത്രം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റർഡ് ഐസ്ക്രീമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഐസ്ക്രീംസ് തയ്യാറാക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിന് ബീറ്ററിൻ്റെയോ മുട്ടയുടെയോ ഒന്നും ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടാൻ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല, തീ ഓൺ ചെയ്യാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി 2 കപ്പ് നമ്മൾ ഒഴിച്ച് അതിൻ്റെ പുറമെ 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പാലിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തീ ഓൺ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈവിടാണ്ട് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ തീ ഓൺ ചെയ്യാനേ. അപ്പോൾ ഇതാ പാലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ 1/2 കപ്പോളം പഞ്ചസാര ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നല്ലോണം തണുക്കുന്നേരം മധുരം കുറയും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്കിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. പക്ഷേ നമ്മുടെ കസ്റ്റഡ് നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു പൊടീൻ്റെ ഒരു ചൊയ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റർഡ് മിക്സ് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചും കൂടി നേരം വെക്കുന്നേരം, അതായത് ഈ ഒരു ചൂട് തണിയുന്ന സമയത്തിന് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടെയ്നർ അടപ്പുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചൊരു ബബിൾസ് എല്ലാം ഉണ്ടല്ലോ, ആ ബബിൾസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ, അതായത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തതിന് ശേഷം നമ്മൾ അടപ്പടച്ചിട്ട് ഇത് ഫ്രീസറിലേക്ക് ഒരു 3-4 മണിക്കൂർ നേരം വെക്കണം. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെക്കുന്നത് മേലെ ഐസ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഏകദേശം, അതായത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവൊന്നായിട്ടില്ല. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് ഫ്രീസറിൽ വെക്കാനുണ്ട്. അതിൽ മുന്നേ ഈ ഒരു പരുവ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബീറ്ററിലിട്ടിട്ട് ചെയ്യാം. ബീറ്ററും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടുക ബീറ്ററിൽ വെച്ച് ചെയ്താലാണ്. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാനിത് ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മിക്സിയുടെ ജാറിലിട്ട് ചെയ്താലും ടേസ്റ്റിനോ അല്ലെങ്കിൽ ഐസ്ക്രീം ഫ്ലോപ്പാവോ ഒന്നും ചെയ്യൂല. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം 2 മിനിറ്റ് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. മിക്സി ജാറ് ചൂടാവില്ല 2 മിനിറ്റ് അടിച്ചാൽ, കാരണം ഇത് തണുത്തതായതുകൊണ്ട് 2 മിനിറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കണ്ടിന്യൂസ് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിത് വീണ്ടും നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നറിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് എന്തായാലും അടിച്ചെടുക്കണം കേട്ടോ. ബീറ്റർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം വേണ്ടി വരില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബീറ്റിംഗ് നിർത്താം. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കാരണം അധിക പേരെടുത്തും ബീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് വീണ്ടും നേരത്തെ പോലെ തന്നെ കവർ ചെയ്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് വെക്കണം. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 8 മണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ഉടനെ നമ്മൾ ഇതിങ്ങനെ കോരിയെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ടേക്ക് നല്ല സ്മൂത്തായിട്ട് സ്കൂപ്പ് ചെയ്ത് കിട്ടില്ല. കുറച്ചൊരു ബലം പിടിച്ചിട്ട് മാത്രമേ നമുക്കിതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അങ്ങനെ ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇതുപോലെ കുറച്ച് നമുക്ക് എന്താ പറയുക, കുറച്ചൊരു ഹാർഡായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ ഡയറക്റ്റ് അങ്ങോട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതിങ്ങനെ പുറത്ത് വെച്ച് ഒരു 10
10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഐസ്ക്രീം 10 മിനിറ്റ് ഞാൻ പുറത്ത് വെച്ചതിന് ശേഷമുള്ളതാണ്. മുന്നേ ഞാൻ കാണിച്ചത് ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് സ്കൂപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇത് സ്കൂപ്പ് ചെയ്യുന്നേരം നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നേരോ ഇപ്പോൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നേരോ ഉള്ള ഡിഫറൻസ്. നേരത്തെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നേരോ കുറച്ചൊരു ബലം പ്രയോഗിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്നേരോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ചിലർ ഫ്രീസറിൽ നിന്ന് എടുത്ത പാട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കിട്ടുന്നതിൽ എൻ്റെ ഐസ്ക്രീം കുളായി പോയി എന്ന് വിചാരിക്കും. ഒരിക്കലും കുളാവില്ല. ഇതേപോലെ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്താൽ ഇതേപോലത്തെ നല്ല പെർഫെക്റ്റ് ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടും. ഇത് പെട്ടെന്നൊന്നും അലിഞ്ഞും പോവില്ല. ഇത് കുറച്ച് നേരം ഇങ്ങനെ അലിയാണ്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, ഫ്ലോപ്പും ആവില്ല. അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2 ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വാനില ഐസ്ക്രീം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട്. രണ്ടിനും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഇതും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.